പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നിവ ലഭിച്ചവർക്ക് കോളേജുകളിൽ ജോയിൻ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് 2/7/2024 വരെയാണ്. ഇനിയുള്ള ഘട്ടങ്ങളിൽ താരതമ്യേന ഇൻഡെക്സ് കുറവുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ വെബ്സൈറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം ഏത് ഇൻഡെക്സ് വരെയുള്ളവർക്കാണ് ഓരോ കോളേജിലും ഓരോ കോഴ്സിലും ഓരോ വിഭാഗത്തിലും അവസാനമായിട്ട് അലോട്ട്മെൻറ്റ് നൽകിയിരിക്കുന്നത്, അഡ്മിഷൻ നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ ഉദ്ദേശിക്കുന്ന കോളേജ് സെലക്ട് ചെയ്ത് നൽകിയാൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ കോളേജിൽ ഏത് ഇൻഡെക്സ് വരെയുള്ളവർക്കാണ് ഓരോ വിഭാഗത്തിലും അലോട്ട്മെൻറ്റ് നൽകിയിരിക്കുന്നത്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ നൽകിയിരിക്കുന്നത്. ആ കോളേജിൽ നിങ്ങൾക്കുള്ള ഇൻഡെക്സ് എത്രയാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടാകുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയത്ത് കോളേജ് ജോയിനിങ് നടത്തിയിട്ടില്ല എങ്കിൽ പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതല്ല. പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ കോളേജ് ജോയിനിങ് നടത്താത്തവരായിട്ടുണ്ടാകും. അത്തരത്തിൽ ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് വിദ്യാർത്ഥികളെ തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്നതായിരിക്കും. കൂടാതെ ഇന്നാണ് 29/6/2024 കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ നൽകിയ കോളേജിൽ എത്രാമത്തെ റാങ്കിലാണ് ഉള്ളത് എന്നുള്ള കാര്യം ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ വെബ്സൈറ്റ് ലോഗിനിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ ഒരു ലിങ്ക് ലഭ്യമായാൽ ഉടൻ തന്നെ ചാനൽ വഴി അപ്ഡേഷൻ ലഭിക്കുന്നതായിരിക്കും. കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് വന്നാൽ ഉടൻ തന്നെ അതിലേക്കുള്ള അഡ്മിഷനും ആരംഭിക്കുന്നതാണ്. റാങ്കിൽ മുന്നിലുള്ള വിദ്യാർത്ഥികൾക്ക് കോളേജിലുള്ള കമ്മ്യൂണിറ്റി സീറ്റിനനുസരിച്ച് റാങ്കിൽ മുന്നിലുള്ള വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ ലഭിക്കുക. നിങ്ങളെ കോളേജിൽ നിന്ന് ബന്ധപ്പെടുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് കോളേജുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. കോളേജിൽ ഇതിനകം ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ ഇഷ്ടപ്പെട്ട കോളേജിലേക്കോ കോഴ്സിലേക്കോ ലഭിക്കുകയാണ് എങ്കിൽ അതിലേക്ക് മാറി ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾ ആദ്യ കോളേജിൽ നൽകിയിട്ടുള്ള ഫീസ് ഒന്നും നഷ്ടപ്പെടുന്നതല്ല. ഇനി തേർഡ് അലോട്ട്മെൻ്റ് ആണ് വരാനുള്ളത്. യൂണിവേഴ്സിറ്റിയുടെ ഷെഡ്യൂൾ പ്രകാരം പ്രസിദ്ധീകരിക്കപ്പെട്ട ഷെഡ്യൂൾ പ്രകാരം 5/7/2024 തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കേണ്ടത്. പ്രസിദ്ധീകരിച്ചാൽ ഉടൻ തന്നെ ചാനൽ വഴി നിങ്ങൾക്ക് അപ്ഡേഷൻ ലഭിക്കുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും കോളേജുകളിൽ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളെ പരിഗണിക്കാത്തത് കൊണ്ടും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അതുപോലെ മാനേജ്മെൻറ്റ് കോട്ട എന്നിവയിൽ പല വിദ്യാർത്ഥികളും ജോയിൻ ചെയ്യുന്നത് കൊണ്ടും ഇനി വരാനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, വാക്കൻസി ലിസ്റ്റ് അഡ്മിഷൻ എന്നിവയിൽ പൊതുവെ ഇൻഡെക്സ് കുറവുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെയധികമാണ്. ഇതുമായെല്ലാം ബന്ധപ്പെട്ട ഈ ഓരോ ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിനകം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ എടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും അറിയേണ്ട ഒരു കാര്യമാണ് എന്നാണ് കോളേജുകളിൽ ക്ലാസ്സുകൾ ആരംഭിക്കുക എന്നുള്ള കാര്യം. ആ ഒരു ഡേറ്റ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കോളേജിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാകും. യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നത് 1/7/2024 തന്നെ കോളേജുകളിൽ ക്ലാസ്സുകൾ ആരംഭിക്കും എന്നാണ്. പക്ഷേ ആ കാര്യത്തിൽ വ്യത്യാസം പല കോളേജുകളിലും ഉണ്ടാകും. നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് എന്നായിരിക്കും ക്ലാസ് ആരംഭിക്കുക എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നതാണ് ഉചിതം. ഒരുപാട് നല്ലവരായിട്ടുള്ള വിദ്യാർത്ഥികൾ ചാനൽ വീഡിയോകൾ കാണുന്നുണ്ട് എങ്കിലും പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എവർക്കും നന്ദി, നമസ്കാരം.